ഹായ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഡിലീഷ്യസ് ആയിട്ടുള്ള ഈ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് നോക്കാം. പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 200 ഗ്രാം പനീർ ഇങ്ങനെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി പേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാനിവിടെ 2 ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 10 കാഷ്യൂനട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി അതിനകത്തിലോട്ട് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനകത്തിലോട്ട് 1 ടീസ്പൂൺ ചില്ലി പൊടി ഇട്ട് കൊടുക്കുക. സ്വല്പം സോൾട്ട് ഇടുക. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ഒരു ബേ ലീഫ്, ഒരു ഗ്രാമ്പൂ, 2 ഏലക്ക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എടുത്തിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ എടുത്ത് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റുക. ഇനി എടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്ന് ചൂടാക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം വഴറ്റുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ ഷുഗർ ഇടാം. ആ പുളി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല വഴണ്ടിട്ടുണ്ട്. എൻ്റെ തിന്ന് ഓയിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിനകത്തിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല. ഒന്ന് മിക്സ് ചെയ്യുക. ഗ്രേവി നല്ല ബോയിലായിട്ട് ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്കാണ് ഇവിടെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. സോഫ്റ്റായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിനകത്തോട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.